സുഹൃത്തുക്കളെ, ഞാൻ ഈ പ്രതിപക്ഷം വീഡിയോയിലൂടെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രാവശ്യം CPI എന്ന് പറഞ്ഞ പാർട്ടി CPM എടുക്കുന്ന പല നിലപാടുകളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന അവരുടെ കാഴ്ചപ്പാടിനെ ഞാൻ അതിശക്തമായി എതിർത്തിട്ടുള്ള ഒരാളാണ്. അതിൽ തന്നെ വ്യക്തമായി പറഞ്ഞാൽ പിണറായി വിജയൻ എടുക്കുന്ന ജനവിരുദ്ധ നയങ്ങളെ, പിണറായി വിജയൻ എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങളെ ആദ്യാവസാനം ഒരു വിശ്വസ്ത വിനീത വിധേയനായി നിന്നുകൊണ്ട് പിന്തുണയ്ക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമൻ ബിനോയ് വിശ്വത്തിന്റെ നിലപാടുകളെ അതിശക്തമായി ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പല പ്രാവശ്യം ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിക്കുമ്പോഴൊക്കെ ആ പാർട്ടിയുടെ ആർജവത്തോടു കൂടിയുള്ള നിലപാടെടുത്തിരുന്ന കാലഘട്ടം ഞാൻ ഓർമ്മിപ്പിക്കുമായിരുന്നു. CK ചന്ദ്രപ്പൻ്റെയും ഈ വിളിയം ഭാർഗവൻ്റെയും ഒക്കെ കാലഘട്ടം ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പിണറായി വിജയൻ എന്തു പറയുന്നോ അതാണ് ശരി എന്ന് CPMകാർ വരുന്നതിനേക്കാൾ മുമ്പ് പോലും വന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആധപ്പതിച്ചു എന്ന് ഒരുപാട് തവണ ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പൊ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI എടുത്തിരിക്കുന്ന ഈ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലും പ്രത്യയശാസ്ത്രത്തിലും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലും ഊന്നിയുള്ള ഈ നിലപാട് CPI ഒരു നനഞ്ഞ ഒരു ഡാം സ്ക്വിബാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിൽ നിന്ന് CPI ഇച്ഛാശക്തിയുള്ള കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലും പൊളിറ്റിക്സിലും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് തോന്നുന്ന നിലയിലേക്ക് ആ പാർട്ടി മാറിയിട്ടുണ്ട് എന്ന ഒരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവരടുത്ത ക്യാബിനറ്റ് അവരുടെ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല, അവരത് ബഹിഷ്കരിക്കും എന്നതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, PM ശ്രീ പദ്ധതി ഒപ്പിട്ടത്, PM ശ്രീ പദ്ധതിയുടെ രാഷ്ട്രീയം, അതിനോടൊന്നും തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല എന്ന് CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിണറായി വിജയൻ തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് വന്നിട്ട് പോലും CPI വഴങ്ങിയിട്ടില്ല. വലിയ പ്രതിസന്ധിയിലേക്കാണ് LDFനെ ഈ വിഷയം കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ കണ്ടു. പക്ഷെ CPIയുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നെഞ്ചുവിരിച്ചുള്ള ആ നിലപാട് കമ്മ്യൂണിസ്റ്റുകാരും പൊതുജനങ്ങളും, അർത്ഥത്തിൽ മതേതരവാദികളായിട്ടുള്ള പൊതുജനങ്ങളെല്ലാം തന്നെ അതിനെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത്, സ്വാഭാവികമായും CPI അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്കാണ് വന്നു ചേരേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ CPI ഇത്ര ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്ത് ആർജവത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി നിൽക്കുമ്പോൾ ആ തീരുമാനത്തിലേക്ക് CPIയെ എത്തിച്ചതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനുള്ളതാണോ? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഈ വീഡിയോയിലൂടെ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബിനോയ് വിശ്വത്തിന്റെ പല നിലപാടുകൾ സംബന്ധിച്ച്, ഇതിനു മുമ്പുള്ള പല നിലപാടുകളെ സംബന്ധിച്ച് അതൊക്കെ തന്നെ വലിയ വിമർശന വിധേയമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. ആ നിലപാടുകളിലൊക്കെ തന്നെ പിണറായി വിജയനെ അന്ധമായി പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ബിനോയ് വിശ്വം എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ബിനോയ് വിശ്വം പാർട്ടിയിൽ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ PM ശ്രീ പദ്ധതി വന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുത്തില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ ആ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കാതെ ബിനോയ് വിശ്വത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ബിനോയ് വിശ്വം ചെന്ന് എത്തപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരിക്കരുത്. യഥാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് CPIയെ ഇത്ര ആർജവത്തോടുകൂടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടിൽ എത്തിച്ചതിന് പിന്നിൽ ബിനോയ് വിശ്വത്തെക്കാൾ കൂടുതൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള രണ്ടു നേതാക്കന്മാരുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ.
അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള നേതാവിൻ്റെ പേര് CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ എന്നാണ്. ഡി രാജ. CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പരസ്യമായി അൺഈക്വോക്കലായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ PM ശ്രീ പദ്ധതിയെ എന്തുകൊണ്ട് തങ്ങൾ എതിർക്കുന്നു, ദേശീയ വിദ്യാഭ്യാസ നയത്തെ എന്തുകൊണ്ട് തങ്ങൾ എതിർക്കുന്നു, PM ശ്രീ പദ്ധതിയെ എന്തുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഡി രാജ ഈ വിവാദം ഉണ്ടായ സമയത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒപ്പിട്ട ഈ നടപടിയുമായി ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല, ഇതിൽ നിന്ന് പിന്മാറുകയല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് വളരെ വ്യക്തവും ശക്തവുമായി പറഞ്ഞ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയാണ്. CPI ഈ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു, റിവ്യൂ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവർക്ക് റിവ്യൂയുടെ ഒന്നും പ്രശ്നമില്ല, റിജക്ഷൻ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇത് റിവോക്ക് ചെയ്യണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കരാറിൽ ഒപ്പിട്ട ഈ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് CPM ഇന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് വളരെ കൃത്യമായി വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തെ, രണ്ടാമത് കൊടുക്കേണ്ട ഒരു നേതാവും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് K പ്രകാശ് ബാബു എന്നാണ്. അദ്ദേഹം കേരളത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഡി രാജയെ കൊണ്ട് ഇത്രയേറെ ശക്തമായിട്ടുള്ളൊരു നിലപാടിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് ശ്രീമാൻ K പ്രകാശ് ബാബു കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഇരുന്നുകൊണ്ട് വഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിവാദം വന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം ആ പ്രതികരണങ്ങളെല്ലാം നടന്നത്. വളരെ ക്ലാരിറ്റിയോടുകൂടി CPIയുടെ ഐഡിയോളജി എന്താണ്, CPIയുടെ പൊളിറ്റിക്സ് എന്താണ്, അത് CPI എങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തുകയുണ്ടായി. ബേബിയുടെ പ്രതികരണത്തെ ശക്തമായി വിമർശിക്കാനും അദ്ദേഹം ഡൽഹിയിൽ വെച്ച് തയ്യാറായി. ഡി രാജയ്ക്ക് ബേബിയുടെ നിലപാടിൽ ഈ പറഞ്ഞ പോലെ K രാജയ്ക്ക് മനോവ്യഥയുണ്ടായി എന്ന് പറയാൻ K പ്രകാശ് ബാബു തയ്യാറായി. എന്ന് മാത്രമല്ല, ബേബിയുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് പോലും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് K പ്രകാശ് ബാബു തയ്യാറായി. ഏറ്റവും ഇരുത്തം വന്ന അച്ചടക്കമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ വന്നതിൻ്റെ ഗുണം, കേന്ദ്ര സെക്രട്ടറിയിൽ അദ്ദേഹം വന്നതിൻ്റെ ഗുണമാണ് യഥാർത്ഥത്തിൽ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഈ കാര്യം പറയാൻ സഹായകമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്രെഡിറ്റ് ഞാൻ K പ്രകാശ് ബാബുവിനാണ്. സംസ്ഥാനത്തേക്ക് വന്നാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ബിനോയ് വിശ്വത്തിന് ആ ക്രെഡിറ്റ് കൊടുക്കാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് അവർ രണ്ടുപേരാണ്. ആ രണ്ടുപേരാണ് ഈ കാര്യം CPIക്ക് അനുകൂലമായി ക്ലിഞ്ച് ചെയ്യാൻ ഇടവരുത്തിയത് അവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബിനോയ് വിശ്വത്തിന് ഇടം വലം തിരിയാൻ കഴിയാത്ത നിലയിൽ കത്രിക പൂട്ടിട്ട് നിർത്തിയതിൽ ഡി രാജയ്ക്കും K പ്രകാശ് ബാബുവിനും വലിയ പങ്ക് ഉണ്ട് എന്നത് നിസ്സംശയം നമുക്ക് പറയാം. എന്തായാലും CPIക്ക് അവരുടെ പ്രതിച്ഛായയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഇതിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട CPMനേക്കാൾ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPI മാറി എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ടേക്ക് അവേ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, CPI ഒരു ഹയർ പെഡസ്റ്റലിൽ എത്തിക്കുന്നതിൽ ഡി രാജയും അതുപോലെ തന്നെ K പ്രകാശ് ബാബുവും വഹിച്ച നിസ്തുലമായിട്ടുള്ള പങ്ക് നമ്മൾ ഒരിക്കലും കാണാതിരിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.